VS Anuj റെഡിയാണ് പ്രസ് സ്റ്റോപ്പിൽ ഇന്ന് വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. VS Anuj, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നല്ല മഴയാണ് ഏറ്റവും വലിയ കാര്യം. നല്ല മഴ. ഈ പത്രങ്ങളിൽ വന്നാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിലമ്പൂരായിരിക്കും. എങ്കിലും ഇവിടെ മഴയാണ്, മഴക്കെടുതിയാണ്. അവിടെ VS Anujന്റെ ഭാഗത്തൊക്കെ കറണ്ട് ഉണ്ടായിരുന്നു ഇന്നലെ? വലിയ മഴയാണ്. വലിയ മഴ മാത്രമല്ല, വലിയ വെള്ളക്കെട്ടുകളുണ്ട്. മഴക്കെടുതി കാരണമുള്ള. കാരണം നമ്മൾ രാവിലെ വരുമ്പം വണ്ടിയൊക്കെ കാറ് കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാ ആളുകളെയും സംബന്ധിച്ചും വലിയ പ്രശ്നമാണ്. മറ്റൊന്ന്, സ്കൂള് തുറക്കാൻ പോകുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടെയുണ്ട്. സാധാരണ സ്കൂൾ തുറക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ആ ദിവസങ്ങളിൽ നല്ല മഴയായിരിക്കും. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മളെല്ലാവരും അനുഭവിച്ച കാര്യമാണ്. ഏതായാലും വലിയ രീതിയിൽ മഴക്കെടുതിയുണ്ട്. അത് അപകടകരമായ തോതിലേക്ക് പോകുന്നുണ്ട്. കാറ്റ്, പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയൊക്കെ വലിയ കാറ്റായിരുന്നു. അപ്പം എല്ലാവരും വളരെ അത്തരം കാര്യങ്ങളിലൊരു മുൻകരുതലൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയാണ്. ആ മുൻകരുതൽ വേണം. ഏതായാലും അത് സംബന്ധിച്ച വാർത്തകൾ ധാരാളമുണ്ട്. മറ്റൊന്ന്, നിലമ്പൂർ ഇലക്ഷൻ മാത്രമല്ല, ഇന്ന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. മറ്റൊന്ന് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനങ്ങൾ, മാറ്റങ്ങൾ വരാനുള്ള ഒരു ദിവസം കൂടിയാണിത്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഇടതുമുന്നണിയുടെ കാര്യത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച തീരുമാനം, UDFൻ്റെ പ്രത്യേക യോഗം, ഒപ്പം തന്നെ തൃണമൂൽ എന്ന് പറയുന്ന നമ്മുടെ അൻവറിൻ്റെ പാർട്ടിയുടെ പ്രത്യേക യോഗം ഒക്കെയുണ്ട്. ഏതായാലും വളരെ ഒരുപാട് വാർത്തയ്ക്ക് പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു ദിവസമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് അതിൽ തീരുമാനമെടുക്കാൻ പോകുന്നതിനാൽ. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എല്ലാ പത്രങ്ങളും വളരെ വിശദമാക്കിയ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ഒന്നാം പേജിലോ തലക്കെട്ടുകളിലോ ഇടം പിടിച്ചത് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ്. ഒന്ന്, ദേശീയപാത നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുള്ള പാളീച്ചയുമായി ബന്ധപ്പെട്ടാണ്. കാരണം DPRലടക്കം അതിൻ്റെ അപാകതയുണ്ട് എന്ന് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ മണ്ണിൻ്റെ ഘടന തിരിച്ചറിഞ്ഞ് നിർമ്മാണം നടന്നില്ല എന്ന് ദേശീയപാത അതോറിറ്റിയുടെ ഒരു ഇൻസ്പെക്ഷന് ശേഷം അവർ പറയുന്നു. പിന്നെ സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടു, പ്രോജക്റ്റ് ഡയറക്ടർക്ക് സസ്പെൻഷൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി നടപടി എടുത്തിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയൊക്കെ ഇക്കാര്യത്തിൽ കാര്യമായി ഇടപെട്ടിരിക്കുന്നു എന്ന് കരുതേണ്ടി വരും. ഏതായാലും ഈ മണ്ണിൻ്റെ ഘടന കൃത്യമായി അറിയാതെ എങ്ങനെയാണ് ഇത്രയും വലിയ രീതിയിൽ മണ്ണ് നിറച്ചുകൊണ്ട് ഉയർത്തി ദേശീയപാത ഉണ്ടാക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായ പ്രശ്നം, ചോദ്യം, സുരക്ഷ ഒരു വലിയ വെല്ലുവിളിയാണത്. അപ്പോൾ അതിലേതായാലും നടപടി ഉണ്ടായിരിക്കുന്നു ഈ കാര്യത്തിൽ. ഈ തീരുമാനം, അല്ലെങ്കിൽ ഈ വാർത്തയാണ് ഏറ്റവും പ്രധാനമായി തന്നെ ഉള്ളത്. ഇതിൽ മനോരമ പറയുന്നത് തെറിപ്പിച്ചു എന്നാണ്. ദേശീയപാത പിഴവ് സംബന്ധിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രാലയം എന്ന് മനോരമ പറയുന്നു, പ്രോജക്റ്റ് ഡയറക്ടറുടെ കാര്യം ഉൾപ്പെടെ. ഏതായാലും കുരിയാട്ട് വീണ്ടും ഇടിഞ്ഞ വാർത്തയും അതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഈ വാർത്തയുടെ ചിത്രം വീണ്ടും കട്ടകൾ പുറത്തേക്ക് വരുന്നതും ഇത് ഇടിഞ്ഞ കാര്യവും മാതൃഭൂമിയും കൊടുത്തിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്തയായിട്ട് തന്നെ ഇത് ഇടം പിടിച്ചിരിക്കുന്നു. അതിൽ ചന്ദ്രിക കൊടുത്തിരിക്കുന്ന തലക്കെട്ട് വൻ പാളിച്ച ദേശീയപാത നിർമ്മാണത്തിൽ എന്നുള്ള ചന്ദ്രിക കൊടുത്തിരിക്കുന്നു. ഗുരുതര വീഴ്ച എന്ന് സിറാജ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം പാളിച്ച നടപടി എന്ന് മാധ്യമം കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ നമുക്കറിയാവുന്ന പോലെ ചെറുതും വലുതുമായ എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ കൊടുത്ത ഒരു വാർത്ത എന്ന് വേണമെങ്കിൽ ഈ കാര്യത്തെ പറയാം. ഒപ്പം ഇന്നത്തെ മറ്റൊരു തലക്കെട്ടിൽ ഇടം പിടിച്ചൊരു വാർത്ത എന്ന് പറയുന്നത് ഈ നമുക്കുണ്ടായിട്ടുള്ള കപ്പൽ അപകടം സംബന്ധിച്ച് അതൊരു സംസ്ഥാന ദുരന്തമായിട്ട് ഏതായാലും സർക്കാർ ഈ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ, അതുപോലെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമയത്തൊരു കടൽ മുന്നേറ്റം ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. കടൽ ക്ഷോഭത്തിൻ്റെ സാധ്യതയും കൂടെ കണക്കിലെടുത്തുള്ള തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം വിശദീകരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ സംസ്ഥാന ദുരന്തം ആയിട്ട് പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ച കാര്യം ഏതായാലും ഒന്നാം പേജിലുണ്ട്. ഈ വാർത്തയും മറ്റൊന്ന് നിലമ്പൂരിലെ വാർത്തയുമാണ്. ഇനിയിപ്പോൾ നമുക്ക് പറയാവുന്നതുപോലെ നിലമ്പൂരിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് സംബന്ധിച്ച് വലിയ വിശദാംശങ്ങളും അതിൻ്റെ വിശകലനങ്ങളെല്ലാം തന്നെ ഉൾപേജുകളിൽ മനോരമയും മാതൃഭൂമി അടക്കം, അല്ലെങ്കിൽ എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. ഒപ്പം നിലമ്പൂരിൽ CPM വലിയ പ്രതിസന്ധിയിലാണെന്നുള്ള മട്ടിൽ ചന്ദ്രിക ഉൾപേജിൽ ഒരു വാർത്ത നൽകിയിട്ടുമുണ്ട്. പരിഹാസ്യരായി CPM എന്ന് പറഞ്ഞ ചന്ദ്രിക 12-ാം പേജിൽ ഇതുവരെ
ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഇതിൽ ഏതായാലും ചന്ദ്രയെ കാണുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്ത് അവരുടെ ഒരു നടപടിക്രമമോ അല്ലെങ്കിൽ അവരുടെ ആലോചനകൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗത്തിൻ്റെയൊക്കെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഏതായാലും അതിലൊരു പ്രശ്നം ചന്ദ്രിക സ്വാഭാവികമായും കാണും. ഇതിനൊരു കൗണ്ടർ എന്ന് പറയാവുന്ന രീതിയിൽ ദേശാഭിമാനിയും നൽകിയിട്ടുണ്ട്. പേജ് 5 അതായത് UDF വലിയ ആഭ്യന്തര കുഴപ്പം എന്നുള്ള മട്ടിലുള്ള ഇതിൻ്റെ ഒരു കൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ബൂമറാങ് എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നു. കലുഷിതമാണ് കോൺഗ്രസ്. കാരണം അൻവർ തന്നെ പറയുന്നു സതീശനാണ് ഈ തീരുമാനങ്ങളെ വൈകിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് ഏതായാലും മനോരമ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സതീശനെതിരായിട്ടുള്ളൊരു മൂവ് അൻവർ നടത്തുന്നു. അൻവറിനെതിരായുള്ളൊരു മൂവ് ഒരു UDF സംബന്ധിച്ചിടത്തോളം പല നേതാക്കൾ അൻവറിന് വേണ്ടി വാദിക്കുകയും ചില നേതാക്കൾ കടുംപിടുത്തങ്ങൾ നടത്തുകയും അതിലേക്ക് KC വേണുഗോപാൽ വരികയും KC വേണുഗോപാൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്ന് പറയും. KCയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് അത് വെട്ടിയത് സതീശനാണെന്ന് അൻവർ പറഞ്ഞതായി പത്രങ്ങൾ എഴുതുകയും ചെയ്യുന്നു. ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏതായാലും ഇന്നത്തോടെ ഈ കാര്യത്തിൽ ഒരു ധാരണയാവും, തീരുമാനമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ പക്ഷേ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനേക്കാളെല്ലാം ചില നീക്കങ്ങൾ, ചില മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ നമ്മുടെ രണ്ട് പെൺകുട്ടികളുടെ സമുദ്ര പരിക്രമണം പൂർത്തിയാക്കിയ ഇന്ത്യൻ വനിതാ ജോഡിയുടെ വാർത്തയാണ്. ദിൽനയും രൂപയും പായ്വഞ്ചിയിൽ സഞ്ചരിച്ചത് 47,450 കിലോമീറ്റർ. വലിയ നേട്ടമാണ് അത്. അതൊരു സ്വപ്നം പോലെയുള്ളൊരു നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളൊക്കെ പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ വലിയ തിരകളും കൊടുങ്കാറ്റും അതിശൈത്യവും അല്ലെങ്കിൽ പലതരത്തിലുള്ള കാലാവസ്ഥയെയൊക്കെ അഭിമുഖീകരിച്ചും കാറ്റിനെയും വലിയ പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പായ്വഞ്ചിയിൽ ഈ രീതിയിൽ ലോകം കീഴടക്കുക, യാത്ര നടത്തുക എന്ന് പറഞ്ഞ് അവർ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മനോഹരമായൊരു വാർത്ത മലയാള മനോരമയുടെ 1-ാം പേജിൽ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. കാരണം നമ്മുടെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അവരെ സ്വീകരിക്കുന്നു ഗോവയിൽ മഡ്ഗാവിൽ എന്നുള്ള വാർത്തയാണ്. നമുക്കറിയാവുന്നതാണ് അഭിലാഷ് ടോമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടങ്ങളെ നമുക്കറിയാം. അദ്ദേഹമാണ് ഇവരുടെ മുഖ്യ പരിശീലകനായിരുന്നത് എന്ന് പറയുന്നു. ഒപ്പം ഇതിൻ്റെ 9-10 പേജുകളിൽ മനോരമ പോയിന്റ് നിമോയിൽ ദിൽന ആഘോഷിച്ചു വിവാഹ വാർഷികം, ഭൂമിയിലെ ഏറ്റവും അകലെയുള്ള സ്ഥലം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴും വളരെ ഒരു സ്വപ്നം പോലെ കരുതുന്ന കാര്യം ആണിത്. നമ്മൾ പലപ്പോഴും സിനിമകളിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യം. അതിലേക്ക് ഇവർ വരുന്നു എന്ന് പറയുന്നത് അത് രണ്ട് പെൺകുട്ടികളുടെ ഒരു നേട്ടമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു കൗതുകരമായിട്ടുള്ള വാർത്തയും നേട്ടമായിട്ട് പറയണം. ആ വാർത്തയ്ക്കൊരു വലിയ പോസിറ്റീവായ ഒരു എലമെൻ്റ് ഉണ്ട്. ഒപ്പം മാതൃഭൂമി മറ്റ് 2 വാർത്തകൾ കൂടെ 1-ാം പേജിൽ ഇതുപോലെ രസകരമായ 2 വാർത്തകൾ കൊടുത്തിരിക്കുന്നു. പ്രവേശനോത്സവം, ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവം വരാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ പാട്ട് തയ്യാറാക്കിയത് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ആ വാർത്തയും ഇന്ന് 1-ാം പേജിലുണ്ട്. ഇത് കേരളകൗമുദിയും മാതൃഭൂമിയൊക്കെ 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. അതായത് ഭദ്രാഹരി എന്ന് പറയുന്ന കുട്ടിയാണ്. ആ കുട്ടി എഴുതിയ പാട്ടാണ് ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗാനം. ഈ തിങ്കളാഴ്ച നടക്കുന്ന പ്രവേശനോത്സവത്തിൽ ഏതായാലും കൊട്ടാരക്കരയിലെ താമരക്കുടി SVV സ്കൂളിലെ ഭദ്രാഹരി എഴുതിയ 10-ാം ക്ലാസ്സുകാരിയുടെ ആ പാട്ട് ആയിരിക്കും പ്രവേശനോത്സവത്തിൽ പാടുക. അതൊരു വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വളരെ പോസിറ്റീവായ വാർത്തയാണ് ഈ മഴക്കെടുതികളുടെയൊക്കെ ഇടയിൽ. ഒപ്പം വിജിലൻസ് വിധി എഴുതി ലൈല തെറ്റുകാരിയല്ല. 26 വർഷം നിയമയുദ്ധം നടത്തിയ ഒരു കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ നിയമ പോരാട്ടത്തെക്കുറിച്ച് ഏതായാലും ഇന്ന് 1-ാം പേജിൽ മാതൃഭൂമിയും കൊടുത്തിരിക്കുന്നു. ഇത്തരത്തിൽ വളരെ കൗതുകകരമായ അല്ലെങ്കിൽ വലിയ അച്ചീവ്മെൻറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കൂടെ ദിവസമാണ് ഇന്ന് പറയേണ്ടി വരും. ഏതായാലും ഇത്തരത്തിൽ ധാരാളം വാർത്തകളുണ്ട്. ഇന്ന് N റാം മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ ഹിന്ദുവിൻ്റെ പത്രാധിപർ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമുണ്ട്. ഒപ്പം നമുക്കറിയാവുന്നതുപോലെ ഗൂഗീവ തിയാത്തോ, അതായത് ഗൂഗീവ തിയാങ്ങോയുടെ ആഫ്രിക്കൻ കെനിയൻ എഴുത്തുകാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചുള്ള ഒരു കൗതുകം അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചൊരു ലേഖനം ഇതിനകത്തുണ്ട്. ഒപ്പം എനിക്ക് പ്രധാനമായിട്ട് ഒറ്റ വാർത്തയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഗ്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യും. കാരണം അതിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടാൻ പോവുകയാണ് എന്നുള്ളതാണ്. കേരളത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണുകളിലെല്ലാം വലിയ പ്രകടനം നടത്തിയ അല്ലെങ്കിൽ മുൻ സീസണുകളിൽ ഈ കഴിഞ്ഞ 2 സീസണുകൾ മോശമായിരുന്നു, പക്ഷേ അതിന് മുൻപുള്ള 2 സീസണുകളിലും വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും ഒരുപക്ഷെ
ഈ ISLൻ്റെ ഒരു കപ്പടിക്കുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോയും ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുപോവുകയും ചെയ്തൊരു പ്രധാനപ്പെട്ട സ്ട്രൈക്കറായിട്ടുള്ള അഡ്രിയാൻ ലൂണ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് വിടാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഇതിനകത്തുണ്ട്. ഇത്തരത്തിൽ ധാരാളം വാർത്തകളുള്ള ദിവസമാണ്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ തീരുമാനത്തിലേക്ക് പോകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. ഒപ്പം മഴയുണ്ട്, മഴക്കെടുതിയുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാ പ്രേക്ഷകരോടും ശുഭദിനം ആശംസിക്കുന്നു. ഒപ്പം വലിയ ജാഗ്രതയോടുകൂടെ തന്നെ മുന്നോട്ട് പോകണമെന്നും കൂടെ പറയുന്നു. സേതു, ശരി ശരി സനോജ്.